യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ചകൾക്കായി പണം നിക്ഷേപിച്ച ആക്ഷൻ കൌൺസിൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൌണ്ടിൽ 16,71,000 രൂപ നിക്ഷേപിച്ചു. $40,000 പ്രാഥമിക ചർച്ചകൾക്ക് വേണ്ടത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷാണ് ചേരുന്നത്. വിഷ്ണു, എന്തായാലും ഈ പ്രാഥമിക ചർച്ചകൾക്കായുള്ള പണം ഇപ്പോൾ ആക്ഷൻ കൌൺസിൽ നിക്ഷേപിച്ചു എന്ന് മനസ്സിലാക്കുന്നു. അടുത്ത നടപടി എന്താണ്? ക്രിസ്റ്റീന, എന്തായാലും പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. 16,71,000 രൂപയാണ് നിലവിൽ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക ചർച്ചകൾക്ക് വേണ്ടി ആക്ഷൻ കൌൺസിൽ സ്വരൂപിച്ചത്. ആ തുക കേന്ദ്ര സർക്കാരിന്റെ അക്കൌണ്ടിലേക്ക് നിക്ഷേപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ തന്നെ ഔദ്യോഗികമായി അറിയിച്ചിരുന്നു തങ്ങൾ ഈ തുക എംബസി മുഖാന്തരം യമനിലെ അഡ്വക്കേറ്റിന്റെ അക്കൌണ്ടിലേക്ക് കൈമാറാമെന്ന്. അതൊരു വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ്. ആദ്യമായാണ് കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള സുതാര്യത ഉറപ്പുവരുത്താൻ കേന്ദ്ര സർക്കാർ ഇടപെടുമ്പോൾ സഹായിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇനിയും കുറച്ച് തുക വേണം. $40,000 ആകെ തുകയായി പ്രാഥമിക ചർച്ചകൾ വേണ്ടത്. ഈ പ്രാഥമിക ചർച്ചകൾക്ക് ശേഷമായിരിക്കും ബ്ലഡ് മണിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിലേക്ക് കടക്കുക. എന്തായാലും നിലവിലെ ഈ പെട്ടെന്ന് തന്നെ ഇത്രയും രൂപ സമാഹരിക്കാൻ സാധിച്ചത് ആക്ഷൻ കൌൺസിലിന്റെ ഒരു വലിയ നേട്ടമായി തന്നെ കണക്കാക്കാം. ക്രിസ്റ്റീന, ശരി. കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു വിഷ്ണു സുരേഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.